പൂച്ചക്കുഞ്ഞ് അന്ന് ഒറ്റയ്ക്കാണ് നടക്കാനിറങ്ങിയത്. നടന്ന് നടന്ന് കുറേ ദൂരമുള്ള മതിലിൻ്റെ വിടവിലൂടെ അടുത്തുള്ള പൂട്ടിയിട്ടിരിക്കുന്ന വലിയ വീടിൻ്റെ പറമ്പിലേക്ക് അത് കയറി. എത്രയോ കാലമായി പൂട്ടിയിട്ട വീടും പറമ്പുമാണ്. അവിടേക്ക് പൂച്ചക്കുഞ്ഞ് ഇതുവരെ പോയിട്ടുമില്ല. അങ്ങനെ വലിയ പുൽക്കൂട്ടത്തിലൂടെ നടന്നു പോകവേ ഒരു ശബ്ദം, നിൽക്കവിടെ, ആരാണ് നീ? പൂച്ചക്കുഞ്ഞ് ഞെട്ടി നോക്കിയപ്പോൾ അതാ ഒരു ആന. എന്നുവെച്ചാൽ പൂച്ചക്കുഞ്ഞിനേക്കാൾ ചെറിയൊരാന. അത് പറന്നു വന്ന് പൂച്ചക്കുഞ്ഞിൻ്റെ മുന്നിൽ നിന്നു. കുഞ്ഞു തുമ്പിക്കൈയും വലിയ ചിറകുകളുമായി ഒരാന. അത് വലിയ ചെവികൾ ആട്ടി തൻ്റെ നേരെ നടന്നു വന്നപ്പോൾ പൂച്ചക്കുഞ്ഞ് അത്ഭുതപ്പെട്ടു. ആനകൾ പറക്കുമോ? ഇത്ര ചെറിയ ആനയോ? ആനക്കുട്ടി പറഞ്ഞു. അതെ, ഈ പറമ്പിൽ മാത്രമുള്ള കുറെ അത്ഭുത ജീവികളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ, മിനിഫെന്റ്. എലിഫന്റ് പോലെ മിനിഫെന്റ് അല്ലേ? നല്ല രസം നിന്നെ കാണാൻ. ആണല്ലേ? ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, ഇവിടെ വരൂ. ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് പറന്നു. കുറേ ദൂരമായി അതാ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്ത് പോയി മിനിഫെന്റ് ലാൻഡ് ചെയ്തു. വെറും വെള്ളച്ചാട്ടമല്ല, അത് പാലാണ്. ഇടയ്ക്കിടെ ഒഴുകി നടക്കുന്ന പാൽക്കെട്ടുകൾ. ഹായ്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പാൽ കൊണ്ടുള്ള വെള്ളച്ചാട്ടമോ? അതിൽ ഒഴുകി നടക്കുന്ന പാൽക്കെട്ടുകൾ. നീ ഇതൊന്ന് രുചിച്ചു നോക്കൂ, മിനിഫെന്റ് പറഞ്ഞു. പൂച്ചക്കുഞ്ഞ് ആ പാലൊന്ന് കുടിച്ചു നോക്കി. ദൈവമേ, എന്തൊരു രുചി! പാൽക്കെട്ടിക്കും അതുവരെ കഴിച്ചിട്ടില്ലാത്ത സ്വാദ്. വയറ് നിറയെ പാലും കുടിച്ച് പാൽക്കെട്ടിയും കഴിച്ചപ്പോൾ പൂച്ചക്കുഞ്ഞിന് ഉറക്കം വന്നു. ഉറങ്ങല്ലേ, ഇനിയും കാണാനുണ്ട്, മിനിഫെന്റ് പറഞ്ഞു. അതാ നോക്കൂ, കുറച്ച് ദൂരെയായ ഒരു വീട്. ഈ വീടാണ് പൂട്ടിയിട്ടിരുന്നത്. ഇങ്ങോട്ട് പോകരുത് എന്നാണ് പട്ടിക്കുട്ടി പറഞ്ഞത്. നേരത്തെ ഈ പറമ്പിൽ കയറിയിരുന്നെങ്കിൽ ഈ പാലും പാൽക്കെട്ടിയും ഒക്കെ കിട്ടിയേനെ. മണ്ടൻ പട്ടിക്കുട്ടി. വീടിന് നേരെ നടന്നു പോകുമ്പോൾ കണ്ടു ചെടികൾ നിറയെ അതുവരെ കാണാത്ത പഴങ്ങൾ. പൂച്ചക്കുഞ്ഞ് ചോദിച്ചു, ഇവിടെ മീനും ഇറച്ചിയൊന്നും കിട്ടില്ലേ? കിട്ടുമല്ലോ, നിനക്ക് ഇഷ്ടമുള്ള എന്തും കിട്ടും, മനസ്സിൽ വിചാരിച്ചാൽ മതി. പൂച്ചക്കുഞ്ഞ് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഒരു പ്ലേറ്റ് നിറയെ മീൻ വറുത്തത് അവിടെ പുൽത്തകിടിയിൽ ഒരു പ്ലേറ്റിലിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് വിശപ്പുണ്ടോ? പാൽ കുടിച്ചതല്ലേ ഉള്ളൂ, ഇപ്പൊ വിശപ്പില്ല. എന്നാ വരൂ, വീടിനുള്ളിൽ ഒരാളെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. മിനിഫെന്റും പൂച്ചക്കുഞ്ഞും കൂടി ആ വീടിന്റെ വലിയ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. മനോഹരമായ ഉൾവശം, രത്നങ്ങൾ പതിച്ച നിലം, കോണിപ്പടികൾ. അത് കയറി അവർ രണ്ടും മുകളിലേക്ക് പോയി. ഒരു മുറിയുടെ വാതിലിന് മുന്നിൽ മിനിഫെന്റ് നിന്നു. അകത്താരാണെന്ന് കാണണോ നിനക്ക്? കാണണം, പൂച്ചക്കുഞ്ഞ് പറഞ്ഞു. അകത്ത് നിന്നുള്ള മഞ്ഞ പ്രകാശം വാതിലിൻ്റെ അടിയിലൂടെ പുറത്തേക്ക് കാണുന്നുണ്ട്. മിനിഫെന്റ് വാതിൽ തള്ളി തുറന്നു. ശക്തമായ മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വന്നു, നല്ല ചൂടും. വീണ്ടും ആരോ കുലുക്കി വിളിച്ചു. പൂച്ചക്കുഞ്ഞ് കണ്ണു തുറന്നു. പട്ടിക്കുട്ടിയാണ് വിളിച്ചത്. ജനലിൽ കൂടി സൂര്യന്റെ വെളിച്ചം പൂച്ചക്കുഞ്ഞിന്റെ മുഖത്തേക്ക് അടിക്കുന്നു. എന്തൊരുറക്കമാണ്, പട്ടിക്കുട്ടി പറഞ്ഞു. മുഖത്ത് വെയിലടിച്ചിട്ടും ഉണരാത്ത. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു വന്നതായിരുന്നു, നശിപ്പിച്ചു നീ. എന്ത് സ്വപ്നം? ആ മതിലിനപ്പുറമുള്ള പറമ്പില്ലേ, പഴയ വീടുള്ള അവിടൊക്കെ ഞാൻ പോയി. എന്തൊക്കെയാണെന്നോ, പറക്കുന്ന ചെറിയ ആന, പാൽ വെള്ളച്ചാട്ടം, പാൽക്കട്ടി, പുഴ, വിചാരിച്ചാൽ ഉടനെ മീൻ, ഇറച്ചി, അങ്ങനെ ഒരു അത്ഭുത ലോകം. മണ്ടൻ പൂച്ചക്കുഞ്ഞെ, എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ സ്വപ്നം. പൂച്ചക്കുഞ്ഞ് ദേഷ്യത്തിൽ മറുപടി ഒന്നും പറയാതെ എണീറ്റ് പാല് കുടിക്കാൻ പോയി. പാല് കുടിച്ച ശേഷം വീണ്ടും ഒന്ന് കിടന്നാലോ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ അതാ വരുന്നു പട്ടിക്കുട്ടി. പൂച്ചക്കുഞ്ഞെ, നമുക്ക് നീ സ്വപ്നത്തിൽ കണ്ട ആ വീട് വരെ ഒന്ന് പോയാലോ? എന്തിന്? ചിലപ്പോ അവിടെ പാൽ വെള്ളച്ചാട്ടവും പാൽക്കട്ടിയും പുഴയും മീനും ഇറച്ചിയും ഒക്കെ ഉണ്ടെങ്കിലോ? പോകാമോ നമുക്ക്? ഇപ്പൊ ആരാണ് മണ്ടൻ, ഞാനോ നീയോ? പൂച്ചക്കുഞ്ഞ് ചിരിച്ചു മറിഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട. പട്ടിക്കുട്ടി ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. പട്ടിക്കുട്ടി പോയെങ്കിൽ പോകട്ടെ, ഒന്നും കൂടി ഉറങ്ങി നോക്കാം. ആ മുറിക്കുള്ളിൽ ആരാണ് എന്ന് ഇത്തവണ അറിയാൻ പറ്റിയാലോ? പൂച്ചക്കുഞ്ഞ് ആ സ്വപ്നം വീണ്ടും കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു.